ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പിന്നെ കൃഷും അതുപോലെ കൺമണിയും കൂടി സംസാരിക്കുന്നുണ്ട്. എന്തായാലും മാനസയെ ഞാൻ പൊളിച്ചടുക്കി, ഇനി എൻ്റെ അച്ഛൻ വരേണ്ട താമസം തന്നെയുള്ളൂ. എന്തായാലും അവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും പുറത്താക്കണം, അല്ലെങ്കിൽ പിന്നെ അവൾ കാല് കുത്താനേ പാടില്ല. എന്തായാലും നാളെ നേരം വെളുക്കുമ്പോൾ എല്ലാ ഒരു കാര്യങ്ങൾക്കും തീരുമാനമാവും എന്നൊക്കെ കൺമണിയോട് കൃഷ് പറയുന്നു കേട്ടോ. അതിനുശേഷം വേണം നമ്മുടെ കാര്യം അച്ഛനോട് അവതരിപ്പിക്കാനായിട്ട്. അച്ഛൻ പൂർണ്ണ സമ്മതമോളും കൺമണിയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇതിലും നല്ലൊരു പെൺകുട്ടി ഇനി വേറെ കിട്ടാനില്ലെന്ന് അച്ഛന് തന്നെ അറിയാം എന്ന് പറയാം കേട്ടോ. എന്തായാലും നാളത്തോടു കൂടി നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി കൃഷ് കൺമണിയോട് സംസാരിക്കുന്നു കേട്ടോ. പക്ഷേ പോവാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ കൃഷിൻ്റെ ആഗ്രഹിച്ച പോലെ തന്നെ കൺമണിക്ക് ഒരു ഉമ്മ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതോടുകൂടി തന്നെ കൺമണി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. കുറേ ദിവസമായി ഇതിനു വേണ്ടി പുറകെ നടക്കുന്നു, അതിന്ന് സഫലമായി എന്ന രീതിയിൽ തന്നെ അങ്ങനെ അവർ പോവാട്ടോ. പിന്നീട് കാണിക്കുന്നത് സാഗറിനെ എന്തായാലും അറസ്റ്റ് ചെയ്ത പോലെ കേട്ടോ കാണിക്കുന്നത്. പ്രമോയിൽ ഇത് ചിലപ്പോൾ സ്വപ്നമാവുമായിരിക്കാം, എന്താണെന്നറിയില്ല. എന്തായാലും സാഗറിന് ശേഷം തന്നെ ജയിലിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ ബലരാമനാണെങ്കിൽ പക വീട്ടാനായിട്ട് ഒരു കത്തിയുമായിട്ട് സാഗറിൻ്റെ നേരെ വരുന്നതായിട്ടോ കാണിക്കുന്നത്. സാഗർ പിന്നെ ബലരാമനെ കാണുമ്പോഴത്തേനും മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് നിങ്ങൾ എൻ്റെ അച്ഛനല്ല, എനിക്ക് നിങ്ങൾ ഒരു അപരിചിതൻ മാത്രമാണെന്നൊക്കെ സാഗറിനോട് ബലരാമൻ പറയുന്നുണ്ട്. ഇത് ഒരു പക്ഷേ സ്വപ്നമാവാനാണ് സാധ്യത. എന്നാൽ പോലും സാഗർ ഒരിക്കലും ബലരാമനെ മകനായിട്ട് കാണുമെന്നുള്ളതാണ് ഇനി. കാരണം കൃപയെ ഇത്രയും മാത്രം ദ്രോഹിച്ചല്ലോ. പിന്നെ കൃപ പറഞ്ഞിട്ടാണ് എന്തായാലും ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് സാഗർ വരുന്നത്. അതോടുകൂടി തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. തീർക്കാനാണ് ബലരാമൻ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്ന സുമിത്രയും അതുപോലെ തന്നെ ആ ക്രിമിനൽ ലോയറും ബാലും ഒക്കെ ചേർന്ന് ബലരാമനെ കൊണ്ട് ആ ക്രൂരത ചെയ്യിക്കാനായിട്ട് നോക്കുന്നു. പക്ഷേ സ്വന്തം ചോരയല്ലേ, അച്ഛൻ എങ്ങനെ മകനെ കൊല്ലാൻ സാധിക്കുക? ഒരിക്കലും അത് സാധിക്കില്ല. എന്തായാലും ബലരാമൻ ഒരിക്കലും സാഗറിനെ കൊല്ലാനൊന്നും സാധിക്കില്ല കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ കഴിയുന്നത്. നാളെ എപ്പിസോഡായിട്ട് കാണാം കേട്ടോ.